നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വലിയ വിപത്താണ് ലഹരി ഉപയോഗവും അതിന്റെ അനധികൃത കടത്തും. ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ജനങ്ങളെ ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്തുന്നതിനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോകത്തെ തന്നെ ആദ്യത്തെ ലഹരി മരുന്ന് വിരുദ്ധ യുദ്ധമായി കണക്കാക്കാവുന്ന ഒന്നാം ഓപിയം യുദ്ധത്തിന്റെ ഓർമ്മയിലാണ് ഈ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 1987 ഡിസംബർ 7 നടന്ന സമ്മേളനത്തിലാണ് ജൂൺ 26 രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. ബ്രേക്കിംഗ് ദ ചെയിൻസ്, പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ എന്നതാണ് 2025 തീം. മനുഷ്യരും ലഹരിയും എന്നത് സങ്കീർണമായ ഒരു വിഷയമാണ്. ഉന്മാദത്തിന് വേണ്ടിയോ പ്രശ്നങ്ങളിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ വെറും ഒരു കൗതുകത്തിന് വേണ്ടിയോ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്ന മനുഷ്യൻ എത്തിച്ചേരുന്നത് കടുത്ത മാനസിക, ശാരീരിക, സാമൂഹിക പ്രശ്നങ്ങളിലേക്കാണ്. ലഹരി എന്നത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ കാർന്നു തിന്നുന്ന ഒരു മാരക രോഗമാണ്. മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങി പല രൂപങ്ങളിൽ ലഹരി നമ്മുടെ സമൂഹത്തിൽ വിഷം പോലെ പടർന്നു പിടിച്ചിരിക്കുന്നു. ലഹരി ഒരാളുടെ ആരോഗ്യം നശിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നു, സാമ്പത്തികമായി വലിയ ബാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യും, സാമൂഹികമായി നമ്മളെ ഒറ്റപ്പെടുത്തലിലേക്ക് പോലും നയിക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ടവർ പലപ്പോഴും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുവാനും സാധ്യതകളുണ്ട്. ലഹരിയിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ സമ്മർദ്ദം കൊണ്ടാവാം, ആകാംക്ഷ കൊണ്ടാവാം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ടാവാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നോ എന്ന് പറയുവാൻ നമുക്ക് ധൈര്യമുണ്ടായിരിക്കണം. ഒരു തവണത്തെ കൗതുകം ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ലഹരി ഉപയോഗിക്കുന്നവരുമായി കഴിവതും അകന്നു നിൽക്കുവാൻ ശ്രമിക്കുക. അപരിചിതർ നൽകുന്ന ഒരു സാധനവും സ്വീകരിക്കരുത്. വേണ്ട എന്ന് പറയുവാൻ പഠിക്കുക. കൂട്ടുകാർ നിർബന്ധിച്ചാലും ലഹരി ഉപയോഗിക്കരുത്. ലഹരി ഉപയോഗം നിയമപരമായി കുറ്റകരമാണ് എന്നതും കൂടെ ഓർക്കുക. പല രാജ്യങ്ങളിലും കർശനമായ നിയമങ്ങളും ശിക്ഷകളും നിലവിലുണ്ട്. ഇന്ത്യയിലെ NDPC അഥവാ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമപ്രകാരം കർശനമായ തടവ് ശിക്ഷയും പിഴയും അനുഭവിക്കേണ്ടതായിട്ട് വരും. ലഹരി ഉപയോഗിക്കുന്നവരുടെ സമീപത്ത് ഉണ്ടാകുന്നത് പോലും ചിലപ്പോൾ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ലഹരി ഒരു വ്യത്യസ്തതയല്ല, അത് ഒരു പ്രതിസന്ധിയാണ്. അതിനോട് നോ പറയുന്നത് ധൈര്യത്തിന്റെ അടയാളമാണ്. ജീവിതത്തെ ഉജ്ജ്വലമാക്കുവാൻ ലഹരിയിലേക്ക് പോവേണ്ട, മറിച്ച് പ്രതീക്ഷകളിലേക്ക് പോവുക. സ്വന്തം ജീവിതത്തെയും സമൂഹത്തെയും സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. ലഹരിയിലേക്ക് കിടക്കുന്ന ഓരോ പടിയും ജീവിതത്തിൽ നിന്നുള്ള പിന്മാറ്റമാണ്. അതിൽ നിന്നും മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.